കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.എ. മലയാളം പ്രാചീന മധ്യകാല കവിത എന്നതിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള കുറത്തിത്തോറ്റമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറത്തിയുടെ തെയ്യം പല സമുദായക്കാർ കെട്ടിയാടി വരുന്നുണ്ട്. പേരിലും പൊരുളിലും കുറത്തികൾ വിവിധങ്ങളാണ്. പാർവതിയായും പാർവതിയുടെ മകളായും കുറത്തിയെ സങ്കല്പിക്കാറുണ്ട്. വടക്കൻ കേരളത്തിലെ പുലയരുടെ കുറത്തിത്തോറ്റം നിഴൽക്കൂത്തുകഥ പ്രതിപാദിക്കുന്നു. മറ്റു കുറത്തിത്തോറ്റങ്ങളിൽ നിന്ന് ഭിന്നമായതാണ് പുലയരുടെ കുറത്തിത്തോറ്റം. ക്ഷുദ്രദോഷം നീക്കി പാണ്ഡവരെ ജീവിപ്പിക്കുന്ന ദേവതയാണ് പുലയരുടെ കുറത്തി. ഈ കുറത്തിത്തോറ്റത്തിൻ്റെ പശ്ചാത്തലം എന്നു പറയുന്നത് പാണ്ഡവരെ നശിപ്പിക്കാൻ നിഴൽക്കൂത്ത് എന്ന ആഭിചാര കർമ്മം ചെയ്യണമെന്ന് ദുര്യോധനൻ കുറവന്മാരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങയെപ്പോലെ തന്നെ അവരും തങ്ങളുടെ രാജാക്കന്മാരാണ് എന്ന് കുറവൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ മലയിൽ വസിക്കേണ്ട എന്ന് ദുര്യോധനൻ പറയുമ്പം അത് പേടിച്ചിട്ട് പാണ്ഡവർക്കെതിരെ കൂടോത്രം ചെയ്യാൻ കുറവൻ തയ്യാറാവുകയാണ്. ഇത് മനസ്സിലാക്കിയ കുറത്തി പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. പാണ്ഡവരൈമക്കളും നൂറ്റവർ നൂറും കൂടാ അവർ തമ്മിലല്ലോ യുദ്ധം തുടങ്ങുന്നതാ പീരയ്ക്കാ പടയെറിഞ്ഞോ പാണ്ഡവരൈമക്കള് നാരങ്ങാ പടയെറിഞ്ഞോ നൂറ്റവർ നൂറും കൂടാ. ഇവിടെ പാണ്ഡവരും കൗരവരും കൂടിയുള്ള യുദ്ധമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. പാണ്ഡവരായിട്ടുള്ള 5 പേരും മറുവശത്തുള്ള കൗരവരായിട്ടുള്ള 100 പേരും കൂടിയുള്ള യുദ്ധം തുടങ്ങുകയാണ്. പീരയ്ക്കാ പടയെറിഞ്ഞോ പാണ്ഡവരൈമക്കള് നാരങ്ങാ പടയെറിഞ്ഞോ നൂറ്റവർ നൂറും കൂടാ. പാണ്ഡവര് പീരക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരക്കയാണ്. പേരക്ക എറിയുകയാണ്. യുദ്ധത്തിന് പേരക്ക എടുത്തെറിയുകയാണ്. മറുവശത്ത് നിന്ന് കൗരവര് നാരങ്ങ എറിയുകയാണ്. പീരക്ക വാരിക്കെട്ടി നൂറ്റവർ നൂറും കൂടാ നാരങ്ങ വാരിക്കെട്ടി പാണ്ഡവരൈമക്കള്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടുള്ള പേരക്കയും നാരങ്ങയും ഇരുകൂട്ടരും വാരി കൂട്ടുകയാണ്. അതിലുവും തോറ്റുവല്ലോ നൂറ്റവർ നൂറും കൂടാ പാണ്ഡവരൈമക്കൾക്ക് മാരണം വെക്കുവേണം. ആ യുദ്ധത്തിലും കൗരവര് തോറ്റുപോയി. ഇനി എന്ത് ചെയ്യണം എന്ന ആലോചനയിൽ അവർ കണ്ടെത്തുകയാണ് പാണ്ഡവർക്കെതിരെ ഒരു മാരണം വെക്കണം. മാരണം എന്ന് വെച്ചാൽ ആഭിചാരം അല്ലെങ്കിൽ കൂടോത്രം ഒക്കെ പറയാം. അങ്ങനെ പാണ്ഡവർക്കെതിരെ ഒരു കൂടോത്രം വെക്കാം എന്നവർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അതിനായിട്ട് മലയിലുള്ള മലങ്കുറവനെ തേടി വരുത്തുന്നതാ. അപ്പം കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് മലയിലുള്ള മലങ്കുറവനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ പറഞ്ഞുവല്ലോ മലയിൽ മലങ്കുറവൻ എന്തിനായി വിളിച്ചുവെൻ്റെ നൂറ്റവർ തമ്പുരാനെ. കുറവൻ ചോദിക്കുകയാണ്, എൻ്റെ നൂറ്റവർ തമ്പുരാനെ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന്. ഒന്നുണ്ട് കേൾക്കുവേടോ മലയിൽ മലങ്കുറവ പാണ്ഡവർ ഐമക്കൾക്ക് നീ മാരണം വെക്കുവേണം. നീ ഒന്ന് കേൾക്കണം, പാണ്ഡവരായിട്ടുള്ള ഐമക്കൾക്ക് 5 പേർക്കും നീ മാരണം വെക്കണം എന്ന് കൗരവര് കുറവനോട് പറയുകയാണ്. അപ്പോൾ പറഞ്ഞുവല്ലോ മലയിൽ മലങ്കുറവൻ നൂറ്റവർ തമ്പുരാനും അടിയന് തമ്പുരാന് പാണ്ഡവരൈമക്കളും അടിയന് തമ്പുരാന് എങ്ങനെ ഞാനത് മാരണം വെക്കേണ്ടത്. മാരണം വയ്ക്കാൻ വേണ്ടി കൗരവര് കുറവനോട് പറഞ്ഞപ്പം കുറവൻ പറയുകയാണ്, നിങ്ങൾ 100 പേരും അടിയന് തമ്പുരാനാണ്, അതുപോലെ തന്നെയാണ് പാണ്ഡവരും അടിയന് തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്കെതിരെ മാരണം വയ്ക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞുവല്ലോ നൂറ്റവർ നൂറും കൂടാ പാണ്ഡവരൈമക്കൾക്ക് നീ മാരണം വെച്ചില്ലെങ്കിൽ എൻ്റെ മലയിൽ നീ വാണു വസിക്ക വേണ്ട. അപ്പോൾ കൗരവര് പറയുകയാണ്, നീ അവർക്കെതിരെ മാരണം വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മലയിൽ നീ ഇനി മേലാൽ വസിക്കണ്ട എന്ന്. അപ്പോൾ പറഞ്ഞുവല്ലോ മലയിൽ മലങ്കുറവൻ പാണ്ഡവരൈമക്കൾക്ക് ഞാൻ മാരണം വെച്ചു കൊള്ളാം. അപ്പം കുറവൻ പറയുകയാണ്, ഞാൻ പാണ്ഡവർക്ക് മാരണം വയ്ക്കാം, കൂടോത്രം അവർക്കെതിരെ ഞാൻ ചെയ്തു കൊള്ളാം. ചേറ്റുകല്ലു പടീമലല്ലോ ചെമ്പു തകിട് വെച്ച് ഉമ്രപ്പടീമലല്ലോ ഈയത്തകിട് വെച്ചു. എരുത്വാടും കാനലില് പൂച്ചത്തല വെച്ചു പോത്താടും കാനലില് കോഴിത്തല വെച്ചു. കുറവൻ കൂടോത്രം ആരംഭിച്ചു. ചേറ്റുകല്ല് പടീമല് ചെമ്പിൻ്റെ തകിട് വെച്ചു. ഉമ്രപ്പടി കൊലായിലുള്ള പടീമല് ഈയത്തിൻ്റെ തകിട് വെച്ചു. എരുതാടും കാനലില് എരി എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിൽ പൂച്ചത്തല വെച്ചു. പോത്തുവാടും കാനലിൽ കോഴിത്തല വെച്ചു. പോത്തിൻ്റെ ആലയിൽ കോഴിയുടെ തല വെച്ചു. കൗരവരുടെ ആവശ്യപ്രകാരം കുറവൻ മാരണങ്ങളെല്ലാം ചെയ്തു വെച്ചു. പിറ്റേനാൾ കാലത്ത് നോക്കുന്ന നേരത്ത് എല്ലെല്ലാ കോട്ടയിലും കളിയും ചിരിയുമുണ്ട്, പാണ്ഡവർ കോട്ടയിൽ കളിയും ചിരിയുമില്ല, തലയോട് തലയടിച്ച് വീണു കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ അതുവഴി കുറത്തി വരികയാണ്. അവിടെയുള്ള എല്ലാ കോട്ടകളിലും കളിയും ചിരിയും എല്ലാ ശബ്ദങ്ങളുമൊക്കെയുണ്ട്. എന്നാൽ പാണ്ഡവരുടെ കോട്ടയിൽ മാത്രം കളിയും ചിരിയും അനക്കവും ഒന്നുമില്ല. അവർ തലയോട് തലയടിച്ച് വീണു കിടക്കുകയാണ്. അതായത് ബോധരഹിതരായിട്ട് അവിടെ കിടക്കുകയാണ്. മലയിൽ മലങ്കുറത്തി മെല്ലനെ പോരുന്നുണ്ട്. അടച്ചുള്ള വാതിൽ തുറന്നിട്ട് കാണാനില്ല, തുറന്നുള്ള വാതിൽ അടച്ചിട്ടു കാണാനില്ല. കുറത്തി നോക്കുമ്പം അടച്ചുള്ള വാതിൽ തുറന്നിട്ട് കാണാനില്ല, തുറന്നുള്ള വാതിൽ അടച്ചിട്ട് കാണാനില്ല. ഈ ഒരു ഭാഗം പരീക്ഷയ്ക്ക് പല തവണയായിട്ട് കോട്ട് ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്.
അടച്ചുള്ള വാതിൽ തുറന്നിട്ട് കാണാനില്ല എന്ന് തിരിച്ചും പറയുന്നത് അവിടെ ആ കൂടോത്രത്തിൻ്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അടച്ചിട്ടുള്ള വാതിൽ തുറന്നിട്ടും കാണാനില്ല, തുറന്നുള്ള വാതിൽ അടച്ചിട്ടും ഒരു മായയാണ്, കൂടോത്രം കൊണ്ടുവന്നിട്ടുള്ള മായയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതാര് ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം ഇത്? അപ്പം കുറത്തി ചോദിക്കുകയാണ്, ആരാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ കുറത്തിക്ക് മനസ്സിലാവുകയാണ് ഇത് എന്നോട് കുറവൻ ചെയ്തിട്ടുള്ള കൃത്യമാണ് എന്ന്. എൻ്റെ കുറവനാണ് ഇത് ചെയ്തിട്ടുള്ളത്. വെള്ള വെളുക്കുമ്പോഴേ പെണ്ണാതി അരിം കുറത്തി വെളുക്കേ കുളി കഴിഞ്ഞു വെള്ളയുടുത്തവള് കൂത്തൊട്ടു തറ്റുടുത്തു കുറുപ്പു വെടുത്തവള് മേലാകെ ചുറ്റുന്നിതാ. നന്നായി കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് കുറുപ്പെടുത്തിട്ട് അവൾ പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മടി നിറയെ മരുന്നുമായി വായ് നിറയെ മന്ത്രമായി വേഗത്തിൽ പോരുന്നതാ പെണ്ണാതി അരിം കുറത്തി. മടി നിറയെ മരുന്നുമായിട്ട്, അപ്പം ആ കൂടോത്രത്തെ, ആ മാരണത്തെ പ്രതിവിധി ചെയ്ത് ഇല്ലാതാക്കാനാണ് കുറത്തി ശ്രമിക്കുന്നത്. മടിയിൽ നിറയെ മരുന്നുകളുമായിട്ട്, വായ നിറയെ മന്ത്രങ്ങളുമായിട്ട് അവൾ വേഗം പോവുകയാണ്. പാല പല വലിച്ചു പെണ്ണാതി അരിം കുറത്തി കുറവനെ കുറിച്ചു വെച്ചു പെണ്ണാതി അരിം കുറത്തി വട്ടത്തിൽ ചക്രമിട്ട് പെണ്ണാതി അരിം കുറത്തി ഞെടുഞ്ഞെടേ ഞെള്ളുന്നല്ലു പെണ്ണാതി അരിം കുറത്തി. കുറവൻ്റെ മന്ത്രവാദത്തെ അല്ലെങ്കിൽ മാരണത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവൾ തുടങ്ങി. അതിന് വേണ്ടിയിട്ടുള്ള ചക്രമൊക്കെ വരച്ചു, കോലങ്ങളൊക്കെ വരച്ച് അവൾ അവളുടേതായിട്ടുള്ള പൂജകളിലേക്ക് കടക്കുകയാണ്. മുക്കണ്ണൻ തേങ്ങയ്ക്കല്ലു പെണ്ണാതി അരിം കുറത്തി പാനക്കോലേറ്റുന്നല്ലു പെണ്ണാതി അരിം കുറത്തി പാന പിടിച്ചുവല്ലു പെണ്ണാതി അരിം കുറത്തി കുറത്തീനെ ജപിച്ചുവല്ലു പെണ്ണാതി അരിം കുറത്തി. കുറത്തി മുക്കണ്ണൻ തേങ്ങയെടുത്ത് പാനക്കോല്, കൊട്ടുന്ന കോലെടുത്ത് പാന പിടിച്ച് ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ട് കുറത്തീന ജപിക്കുകയാണ്. കുറത്തീന മനസ്സിലേക്ക് വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചേറ്റുവല് പടിയുമലല്ലോ ചെമ്പു തകിടെടുത്തു ഉമ്ര പടിയുമലല്ലോ പാനയെടുക്കുന്നതാ ഈയത്തകിടെടുത്തു പെണ്ണാതി അരിം കുറത്തി എരുതാടും കാനലിലല്ലോ പെണ്ണാതി അരിം കുറത്തി പോത്തോടും കാനലിലല്ലോ പെണ്ണാതി അരിം കുറത്തി കോഴിത്തലയറുത്തു പെണ്ണാതി അരിം കുറത്തി മാരണം നീക്കുന്നല്ലോ പെണ്ണാതി അരിം കുറത്തി. ഉമ്രപ്പടിയുമലും മറ്റെല്ലായിടങ്ങളിലും വെച്ചിട്ടുള്ള മാരണത്തിൻ്റെ അവശേഷിപ്പുകളെയൊക്കെ എടുക്കുകയാണ് കുറത്തി. ശേഷം കോഴിത്തല അറുത്തതോടുകൂടി പെണ്ണാതി അരിം കുറത്തി മാരണത്തെ മൊത്തമായിട്ട് നീക്കം ചെയ്യുകയാണ്. ആടിനാളെ പെണ്ണാതി അരിം കുറത്തി നീ നല്ല നല്ലവളോ പെണ്ണാതി അരിം കുറത്തി ഞെട്ടുന്നു ഞെടുങ്ങുന്നല്ലോ പെണ്ണാതി അരിം കുറത്തി. ശേഷം അതിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറത്തിയെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെക്കിമലയരികെ പെണ്ണാതി അരിം കുറത്തി ചെക്കിപ്പൂ ചൂടിനാളെ പെണ്ണാതി അരിം കുറത്തി മുല്ലമലയരികെ പെണ്ണാതി അരിം കുറത്തി മുല്ലപ്പൂ ചൂടിനാളെ പെണ്ണാതി അരിം കുറത്തി നീ നല്ല പെണ്ണവളോ പെണ്ണാതി അരിം കുറത്തി ഏഴിമലയരികെ പെണ്ണാതി അരിം കുറത്തി ഏഴിയമ്മ പുഞ്ചപ്പുണ്ടോ പെണ്ണാതി അരിം കുറത്തി നീ നല്ല പെണ്ണവളെ പെണ്ണാതി അരിം കുറത്തി. പാണ്ഡവരെ കുറവൻ്റെ കൂടോത്രത്തിൽ നിന്ന് രക്ഷിച്ച, മാരണത്തിൽ നിന്ന് രക്ഷിച്ച കുറത്തിയെ പുകഴ്ത്തുകയാണ് അവസാന ഭാഗത്തിലേക്ക്.